കലാകാരന്മാർക്ക് ഓണത്തിനാണ് സീസൺ ആരംഭിക്കുന്നത്. അപ്പോൾ അവിടെ തൊട്ട് തുടങ്ങുന്നു അവൻ്റെ ആഘോഷം. ഒരു കാമുക ഭാവം പോലെ. കിഷോറേട്ടാ നമസ്കാരം. നമസ്കാരം. ഓണായിട്ട് എന്താണ് പരിപാടി? സദ്യയുടെ തോരൻ റെഡിയാക്കാൻ. ചേട്ടാ, ഈ സദ്യക്ക് ഇപ്പം സാമ്പാർ, പുളിശ്ശേരി, പരിപ്പ് എല്ലാം ഉണ്ടെങ്കിൽ ഈ തൊടുകറികൾ ഭയങ്കര മുഖ്യമാണല്ലോ. തൊടുകറി എന്ന് പറഞ്ഞാൽ പിന്നെ അച്ചാർ 3 ഇനം, നാരങ്ങ, മാങ്ങ, ഇഞ്ചി, പിന്നെ അത് കഴിഞ്ഞിട്ട് കിച്ചടി 3 ഇനം, വെള്ള കിച്ചടി, ചുവന്ന കിച്ചടി, പിന്നെ പൈനാപ്പിൾ കിച്ചടി കാണും, പിന്നെ പാവയ്ക്ക കിച്ചടി കാണും. ഇത് തോരൻ, മിക്സഡ് തോരൻ. സാധാരണ ക്യാബേജാണ് തോരൻ ഉപയോഗിക്കുന്നത്. നമ്മളിവിടെ സാധാരണ ക്യാബേജ് ഉപയോഗിക്കാറില്ല. ക്യാബേജ് ആരോഗ്യകരമായി അത്ര ഹെൽത്തി അല്ല. അപ്പോൾ നമ്മുടെ ബീൻസും അതുപോലെ തന്നെ ബീൻസും കോളിഫ്ലവറും കൂടെ മിക്സ് ചെയ്ത് തോരനാണ്. അതിലാണ് സവാള ഇട്ടിരിക്കുന്നത്. ഒന്നാമതായിട്ട് ഈ ക്യാബേജ് ഞാൻ പറഞ്ഞില്ല, അത്ര ആരോഗ്യകരമായ ഒരു സാധനമല്ല ക്യാബേജ്. പിന്നെ നമ്മളിപ്പോൾ എപ്പോഴും ഈ സ്ഥിരം തിന്ന് ശീലിച്ച റെസിപ്പികൾ മാറ്റിയിട്ട് ഇതിപ്പോൾ ബീൻസും കോളിഫ്ലവറാണ്. ചിലപ്പോൾ നമ്മൾ അമരക്കയും ക്യാരറ്റും കൂടെ ചെയ്യും, അല്ലെങ്കിൽ ബീൻസും ബീറ്റ്റൂട്ടും കൂടെ, അല്ല ബീൻസും ബീറ്റ്റൂട്ടല്ല, ബീറ്റ്റൂട്ടും ക്യാരറ്റും കൂടെ ചെയ്യും. ചില കോമ്പിനേഷൻ ഭയങ്കര ടേസ്റ്റാണ്. ഇതിപ്പോൾ 2 എണ്ണം ഉള്ളതുകൊണ്ടേ ഇപ്പോൾ ബീൻസ് ഇഷ്ടപ്പെടുന്നവർക്കും ഇഷ്ടപ്പെടും, ഫ്ലവർ ഇഷ്ടമുള്ളവർക്കും ഇഷ്ടപ്പെടും. മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം കലാഭവൻ മണി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭക്ഷണ രീതിയും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ ഭയങ്കര പ്രശസ്തമാണ്. അപ്പോൾ ചേട്ടൻ അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തില്ല. ഏതെങ്കിലും ഓണക്കാലത്ത് മണിച്ചേട്ടനുമായിട്ട് ഇതുപോലെ ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ ഉള്ളൊരു അവസരം കിട്ടിയിട്ടുണ്ടോ? പിന്നെ എനിക്ക് തോന്നുന്നു മണിച്ചേട്ടൻ മരിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ഓണം സൂര്യ TV-ക്ക് വേണ്ടി ഞാനാണ് ഇൻ്റർവ്യൂ ചെയ്തത്. ഞാനും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സുബിയും, ഈ പറഞ്ഞ 2 പേരും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. സുബിയും ഞാനുമാണ് മണിച്ചേട്ടൻ്റെ അവസാന ഓണം സൂര്യ TV-ക്ക് വേണ്ടി ഞങ്ങളാണ് ഇൻ്റർവ്യൂ ചെയ്തത്. ഞങ്ങൾ അല്ലാതെ തന്നെ ഗൾഫ് പരിപാടികൾക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ഒരുമിച്ചായിരുന്നു. മണിച്ചേട്ടൻ്റെ ഒരു സ്വഭാവം, അതിപ്പോൾ അദ്ദേഹം പിന്നെ ഗൾഫ് പ്രോഗ്രാമിന് പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ റൂമിൽ കിടക്കില്ല. നമ്മളെ കൊണ്ടുപോയി ഞാൻ ബൈജു ജോസ് നമ്മുടെ റൂമിലേക്ക് വരും. എന്നിട്ട് രാത്രി നമ്മളോടൊപ്പമാണ് കിടന്നുറങ്ങുന്നത്. എന്നിട്ട് അവിടെയുള്ള പ്രാദേശികമായ ആളുകളെയൊക്കെ സംഘടിപ്പിച്ചിട്ട് നമ്മൾ അന്ന് അജ്മാനിൽ പോയി ഞങ്ങളെല്ലാവരും കൂടെ ഇതുപോലെ കപ്പയും മീൻ കറിയൊക്കെ ഉണ്ടാക്കി. ഭയങ്കര രസമാണ്. ഭയങ്കര പുള്ളിയുള്ള സ്ഥലം ഭയങ്കര പോസിറ്റീവ് വൈബാണ്. പുള്ളി എന്ത് സാധനം വയ്ക്കും, അതിലൊരു ഭയങ്കര ഒരു നാടൻ ടച്ചും കാണും. കൂടെ നാടൻ പാട്ടും. ഒരു വലിയൊരു മനുഷ്യനായിരുന്നു പുള്ളി. കലാഭവൻ മണി ആരാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ വലിയൊരു നടനെന്നൊന്നും പറയാറില്ല. നടനല്ലെന്നല്ല, നല്ലൊരു മനുഷ്യനാണ്. അങ്ങനെയുള്ള ആളുകളെ കാണാൻ വലിയ പാടാണ്. കാര്യം നമ്മൾ ഓരോ ഘട്ടങ്ങൾ നമ്മൾ വളർന്നെത്തും തോറും നമുക്കുള്ള ചില ഏച്ചുകെട്ടലുകൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. പുള്ളിക്ക് ഇനി എത്ര രീതിയിൽ വളർന്നാലും പുള്ളിയെ ഏച്ചുകെട്ടലങ്ങനെ ബാധിക്കാറില്ല. പുള്ളിയുടെ മനുഷ്യനുണ്ടല്ലോ, അതിങ്ങനെ റിജിഡായിട്ട് ഇങ്ങനെ നിൽക്കും. ബാക്കി വരുന്നതൊക്കെ അതിൻ്റെ പുറത്തൊട്ടിക്കുന്ന സാധനങ്ങൾ അതെല്ലാം കുടഞ്ഞെറിഞ്ഞിട്ട് വരാൻ പുള്ളിക്ക് ഭയങ്കര താല്പര്യമാണ്. പലർക്കും അങ്ങനെ വരാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതാണ് കലാഭവൻ മണി ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് എനിക്കുത്തരം പറയാൻ പറ്റും. വേവായില്ല, ഇതിൻ്റെ മഞ്ഞപ്പൊടി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടേ ഉള്ളൂ. ഇതിനൊന്ന് വാടി കിട്ടണം. തോരൻ ഒരുപാട് വെന്ത് പോയി കഴിഞ്ഞാൽ കുഴയും, മനസ്സിലായില്ലേ? ഓണത്തിലെ ഏറ്റവും വലിയ കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരം ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഓണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം തിരുവോണത്തിന് ശേഷം മിച്ചം വന്ന സാധനങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് ഒഴിച്ചൊരു പഴംകൂട്ടാണ്. അതാണ് ഏറ്റവും വലിയ കൂട്ടാൻ. ചേട്ടാ, ഈ അധ്യാപകനായിരുന്നൊരു കാലഘട്ടം ഉണ്ടല്ലോ. അതെ. അപ്പം ഒരു ഓണം എന്ന് പറയുന്നത് ഓണപ്പരീക്ഷ, അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. അതെ, പിള്ളേർക്ക് ഏറ്റവും കൂടുതൽ റിലാക്സേഷൻ അതല്ലേ ഓണപ്പരീക്ഷ എന്ന് പറയുന്നത്. തന്നെ ഓണപ്പരീക്ഷയ്ക്കല്ല പ്രാധാന്യം, അവധിക്കാണ് പ്രാധാന്യം. ഓണപ്പരീക്ഷ വരുന്നു എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ആഹ്ലാദം. അപ്പോൾ നമ്മൾ വിചാരിക്കും പരീക്ഷ എഴുതാനുള്ള താല്പര്യമാണ്. അല്ല, പരീക്ഷ കഴിഞ്ഞിട്ടുള്ള അവധിക്ക് വേണ്ടിയിട്ടുള്ള പിള്ളേരുടെ ഭയങ്കര ആഗ്രഹമാണ്. ഓണം എത്തി. ഓണം എന്ന് പറഞ്ഞാൽ മലയാളിയുടെ ഭയങ്കര ഒരു വികാരമല്ലേ. അത് ഈ കലാകാരനെ സംബന്ധിച്ച് ഓണം ഭയങ്കര ഒരു നല്ല സീസൺ കൂടെയാണ്. പിന്നെ പരിപാടിയുടെ
പരിപാടികൾ ചെയ്യുന്നു. ഓണത്തോടു കൂടിയാണ് നമ്മുടെ പ്രൊഫഷണൽ പ്രോഗ്രാമിൻ്റെ സീസൺ ആരംഭിക്കുന്നത്. ഓണത്തോടു കൂടിയാണ് പുതിയ പ്രോഗ്രാമുകൾ ഇറങ്ങുന്നത്. മലയാളിയുടെ സന്തോഷത്തിൻ്റെ പര്യായമാണ് ഓണം. അതുകൊണ്ടാണ് സന്തോഷിച്ച് നടക്കുന്ന ഒരുത്തൻ്റെ മൂത്ത് നോക്കി നമ്മളെപ്പോഴും പറയാറുണ്ട്, അവനെന്നും ഓണം തന്നെ. മനസ്സിലായില്ലേ? അതാണ് ഓണത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ കലാകാരന്മാർക്ക് ഓണത്തിനാണ് സീസൺ ആരംഭിക്കുന്നത്. അപ്പോൾ അവിടെ തൊട്ട് തുടങ്ങുന്നു അവൻ്റെ ആഘോഷം. ഓണക്കാലത്ത് നമ്മുടെ സ്റ്റേജ് പരിപാടികൾക്കൊന്നും കൃത്യസമയത്ത് എത്തൂല. കാര്യം ഈ ഓണത്തിനാണല്ലോ ഏറ്റവും കൂടുതൽ പ്രാദേശിക പരിപാടികൾ നടക്കണം അവിടത്തെ. അപ്പോൾ ഈ ക്ലബിലെ കുട്ടികളുടെ ഈ പരിപാടികൾ ഇപ്പോൾ 9 മണിക്ക് പരിപാടി പറഞ്ഞാൽ നമുക്ക് സ്റ്റേജ് കിട്ടുന്നത് ചിലപ്പോൾ 11:30 മണിയൊക്കെ ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് പരിപാടി അങ്ങനെ കിടക്കും. സെക്കൻഡ് പരിപാടി അതനുസരിച്ചല്ലേ നമ്മൾ കൊടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ എത്താൻ താമസിച്ചിട്ടുള്ള പല പരിപാടികളുണ്ട്. എത്താൻ താമസിച്ചു പിന്നെ അടിയൊക്കെ കിട്ടിയിട്ടുണ്ട് താമസിച്ചതിൻ്റെ പേരിൽ. പിന്നെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ ഓണത്തല്ല അതാണ് ഈ ചിക്കൻ സദ്യ, അതുപോലെ തന്നെ ബീഫ് സദ്യ, മീൻ സദ്യ, അങ്ങനെ പല സദ്യകളുണ്ട്. അപ്പോൾ അത് അമ്മ വീട്ടിൽ അതെല്ലാം ഉണ്ടെന്ന് നമുക്കറിയാം. നമ്മുടെ തിരുവിതാംകൂറിൽ മാത്രമാണ് ഈ ഓണത്തിന് വെജ് ഉപയോഗിക്കുന്നത്. കണ്ണൂർ ഇവിടെ വിട്ടുകഴിഞ്ഞാൽ എറണാകുളം, കണ്ണൂർ ആ ഭാഗങ്ങളിലൊക്കെ അവർ മീനും ഇറച്ചി ഉപയോഗിക്കും. മനസ്സിലായി? നമ്മളാണ് അപ്പോൾ അവിടെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കണ്ടു ഞണ്ട് റെഡിയാവുന്നുണ്ട്, ബീഫ് റെഡിയാവുന്നുണ്ട്. ഉണ്ട്. അതങ്ങനെ ഇപ്പോഴങ്ങനെ ഇല്ല. പിന്നെ ചിലവർ എല്ലാവരും അങ്ങനെ ഉപയോഗിക്കുന്നവരുണ്ട്, വെജ് മാത്രം ഉപയോഗിക്കുന്നവരുണ്ട്, ചിലവർ നോൺ വെജ് ഉപയോഗിക്കുന്നവരുണ്ട്. എല്ലാം ഈ ഭക്ഷണം എന്ന് പറഞ്ഞാൽ അവരവരുടെ ഇഷ്ടമല്ല. നമ്മളതിൽ കിടന്ന് മസിൽ പിടിച്ചിട്ട് ഇത് തേങ്ങയുടെ അരപ്പ് ഇതിൻ്റെ സെൻറ്ററിലിട്ടിട്ട് ഇതൊന്ന് ചൂടടിച്ച് വരണം. തോരൻ ഒരുപാട് തീയും പാടില്ല. അതാണ് തീ ഉണ്ടെങ്കിൽ അടിയിൽ പിടിക്കും. ഒരുപാട് തീ വന്നു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങിയാൽ തോരൻ ഇത് നമ്മൾ തൃശ്ശൂർ ഭാഗങ്ങളിൽ ഉപ്പേരി എന്ന് പറയും. തിരുവനന്തപുരത്ത് ഉപ്പേരി എന്ന് പറഞ്ഞാൽ നമ്മൾ പറ്റലിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന സാധനം ഉപ്പേരി. ഒരുപാട് വേവാൻ പാടില്ല, എന്ത് കുഴയാൻ പാടില്ല. അതാണ് ഓണം നിലാവിഴ പോലെ, ഓണം കിനാവിതൾ പോലെ, കാണാത്തൊരാപ്പക്ഷി പാടുന്ന പാട്ടിലെ കാമുക ഭാവം പോലെ, ഒരു കാമുക ഭാവം പോലെ. ഒരു മനുഷ്യനെന്നുള്ള രീതിയിൽ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരും നന്നായി കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ആരോടും ശത്രുത പാടില്ല, എല്ലാവരും നന്നായി വരട്ടെ. ആർക്കും ഉപകാരം ചെയ്തില്ലെങ്കിൽ ദൈവം ഇത് ആരും ഉപദ്രവിക്കാതിരിക്കുക. അതിനപ്പുറത്തേക്ക് വേറെ ഒന്നും പറയാനില്ല. എന്തായാലും ഇത്രയും തിരക്കിനിടയിൽ നമ്മളോടൊപ്പം സംസാരിച്ചു തന്നെ. ഇപ്പം സദ്യയുടെ സമയമായി. അതിന് ബാക്കിയെല്ലാം കൂടെ റെഡി ആകുമ്പോൾ അതെ. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസ.